ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഫോർ മെഷറിംഗ് വെതർ എലമെന്റ്സ്. അതായത് ദിനാന്തരീക്ഷ ഘടകങ്ങൾ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് പരിചയപ്പെടാം. പ്രധാനമായിട്ടും ബാരോമീറ്റർ, വിൻഡ് വെയിൻ, തെർമോമീറ്റർ, റെയിൻ ഗേജ്, ആനിമോമീറ്റർ എന്നീ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് ദിനാന്തരീക്ഷ ഘടകങ്ങൾ നമുക്ക് അളക്കാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ബാരോമീറ്റർ. ബാരോമീറ്റർ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് അന്തരീക്ഷ മർദ്ദം അളക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ബാരോമീറ്റർ. ഇതിൽ പ്രധാനമായിട്ടും 2 യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ബാരോമീറ്ററിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ വേണ്ടി 2 യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ എന്നാണ് ആ യൂണിറ്റിന് പറയുന്ന പേര്. രണ്ടാമത്തെ, കാറ്റിന്റെ ദിശ അല്ലെങ്കിൽ വിൻഡിന്റെ ഡയറക്ഷൻ അളക്കാൻ വേണ്ടി നമ്മൾ ഒരു ഉപകരണം ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് വിൻഡ് വെയിൻ. ഇത് പ്രധാനമായിട്ടും കാർഡിനൽ പോയിന്റ്സ് എന്ന യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് വിൻഡിന്റെ ഡയറക്ഷൻ അളക്കുന്നത്. ദെൻ തെർമോമീറ്റർ, നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് തെർമോമീറ്റർ. പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടാകുമ്പോൾ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം കൂടിയാണ് തെർമോമീറ്റർ. ഈ തെർമോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് ടെമ്പറേച്ചർ അളക്കുന്നത്. പ്രധാനമായിട്ട് 2 യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ്, 2 യൂണിറ്റ് ആണ് ഈ തെർമോമീറ്ററിൽ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഫാരൻഹീറ്റ് എന്നാണ് അതിനെ പറയുന്നത്. ദെൻ നെക്സ്റ്റ്, റെയിൻ ഗേജ്. റെയിൻഫാൾ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് റെയിൻ ഗേജ്. മില്ലിമീറ്റർ ഓർ സെന്റിമീറ്റർ എന്നീ യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് റെയിൻഫാൾ അളക്കുന്നത്. ദെൻ ലാസ്റ്റ് വൺ, ആനിമോമീറ്റർ. കാറ്റിന്റെ വേഗത അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ആനിമോമീറ്റർ. കിലോമീറ്റർ പെർ അവർ എന്ന യൂണിറ്റിലാണ് ഇത് അളക്കുന്നത്. ഇനി അതിന്റെ ചിത്രങ്ങൾ നമുക്ക് നോക്കാം. ഇതാണ് തെർമോമീറ്റർ, നമുക്ക് എല്ലാവർക്കും പരിചിതമാണല്ലോ. ദെൻ നെക്സ്റ്റ് വൺ, ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. റെയിൻ ഗേജ്, മഴ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതേപോലെ ആനിമോമീറ്റർ, വിൻഡിന്റെ സ്പീഡ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു.